സംസ്ഥാനത്ത് ഇന്ന് 6282 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,759 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.51 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 18 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7032 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് കോവിഡ് പരിശോധന കുറവാണെന്ന പരാതി കാര്യങ്ങൾ മനസ്സിലാക്കാതെയെന്ന് ആരോഗ്യമന്ത്രി. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് കേരളം തുടരുന്നത്. കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ബാക്ക് ടു ബേസിക്സ് എന്ന പേരിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിക്കും. മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ നേട്ടമാണെന്നും കെ ശൈലജ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇസ്രായേൽ എംബസിക്ക് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ ഇറാൻ പൌരന്മാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. വിസ കാലാവധി കഴിഞ്ഞും ഡൽഹിയിൽ താമസമാക്കിയവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിനിടെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ജയ്ഷുൽ ഹിന്ദ് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു. जा रही है। सुबह स्पेशल सेल के साथ एनआईए ने भी यहां से तमाम सबूत जो है वो जुटाए. കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി. കൃഷി നിയമങ്ങൾ മരവിപ്പിക്കാമെന്ന സർക്കാരിന്റെ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കർഷകരുടെ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും തുറന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നും പ്രധാനമന്ത്രി. കർഷക സമരവേദിക്കരികെയുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് സിംഘു തിക്രി അതിർത്തികൾ അതീവ ജാഗ്രതയിൽ. ഇന്നലെ സിംഘു അതിർത്തിയിലെ സംഘർഷത്തിൽ പങ്കാളികളായ 44 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്കോട്ട സംഘർഷം ചൂണ്ടിക്കാട്ടി കർഷക സമരത്തിനെതിരെ നാട്ടുകാരെന്ന് അവകാശപ്പെട്ട ഒരു വിഭാഗം പ്രതിഷേധത്തിന് എത്തുന്നതാണ് സമരവേദികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇന്നലത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കൊലപാതക ശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി 44 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധക്കാരുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട കർഷകരും ഇതിൽ ഉൾപ്പെടും. സമരത്തെ സംഘടിതമായി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രതിഷേധങ്ങളെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തി. दाता है उनको अगर दबाना चाहोगे तो पूरा देश आज किसानों के साथ खड़ा है. उसको आप देख रहे हैं सामने कि जो 26 जनवरी की एक कॉल थी परेड की, उसको भी रिकॉर्ड टूट गए हैं आज. कि जो दिन में जितनी भीड़ इस मंच पर या सामने नहीं रहती थी, रात भर उतनी रही है और लगातार लोग अभी भी रास्तों में हैं, वो आ रहे हैं. इस तानाशाही के खिलाफ देश खड़ा हो गया है, ये समझ लेना चाहिए सरकार को. സിംഘു തിക്രി അതിർത്തികളിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. സമരവേദിയിലേക്ക് കൂടുതൽ കർഷകർ എത്തുന്ന സാഹചര്യത്തിൽ ഡൽഹി മീററ്റ് ഹൈവേയിൽ ഗതാഗതം നിരോധിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.